പ്രൈസ് ദ ലോർഡ്. നമ്മുടെ രക്ഷിതാവും നാഥനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാതവന്ദനം. 1 ദിനവൃത്താന്തം 19 അധ്യായത്തിൽ ഇസ്രായേലർക്കെതിരെ അമോന്യരും അരാമ്യരും എല്ലാം യുദ്ധത്തിന് വന്ന ഒരു സാഹചര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമോനിയർ തങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരുന്നു എന്ന വാർത്ത ദാവീദ് അറിഞ്ഞപ്പോൾ ദാവീദ് നായകനായ യോബാബിനെയും സൈന്യത്തെയും അവരുടെ നേരെ പറഞ്ഞയച്ചു. താഴ്വരയിൽ വെച്ച് യോബാബ് നോക്കുമ്പോൾ മുൻപിലും പിൻപിലും ഒരുപോലെ ശത്രുക്കൾ അടുത്തു വരുന്നത് അറിഞ്ഞപ്പോൾ തൻ്റെ സഹോദരനായ അബിശായിയെ വിളിച്ച് പടജനത്തെ രണ്ടായി വിഭജിച്ച് ഒരു കൂട്ടത്തെ അബിശായിയുടെ കയ്യിലും മറ്റൊരു കൂട്ടത്തെ താനും നയിച്ചുകൊണ്ട് അബിശായിയോട് യോബാവ് പറയുന്നൊരു വാക്ക് 13 വാക്യത്തിലുണ്ട്. ധൈര്യമായിരിക്കാം, നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക. യഹോവയോ തനിക്ക് ഇഷ്ടമായത് ചെയ്യുമാറാകട്ടെ എന്ന് പറയും. അങ്ങനെ അവർ മുൻപിലും പിൻപിലും വന്ന സൈന്യത്തിനെതിരെ 2 ഗ്രൂപ്പായി നിന്നുകൊണ്ട് യുദ്ധത്തിന് തയ്യാറായി. യുദ്ധത്തിൽ 2 കൂട്ടരും യോവാബിൻ്റെയും അബിശായിയുടെയും മുമ്പിൽ പരാജയപ്പെട്ടു. ഒരു വലിയ വിജയം ദൈവം നൽകി. യോവാബ് പറഞ്ഞ വാക്കുകളാണ് ഇവിടെ പ്രസക്തമായത്. ധൈര്യമായിരിക്കുക. നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക. 2 കാര്യമാണ് അബിശായിയോട് പറയുന്നത്. ധൈര്യമായിരിക്കണം. കാരണം നാം നമുക്ക് വേണ്ടിയല്ല യുദ്ധം ചെയ്യുന്നത്, നമ്മുടെ ജനത്തിന് വേണ്ടിയാണ്, നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അധൈര്യം വേണ്ട, ധൈര്യമായിരിക്കണം. പിന്നീട് യോബാവ് പറയുന്നത് യഹോവ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. നാം യുദ്ധം ചെയ്യുമ്പോൾ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് പുരുഷത്വം കാണിക്കണം. പുരുഷന്മാരെ പോലെ പ്രവർത്തിക്കണം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള ആത്മധൈര്യം ലഭ്യമാകാനുള്ള മാർഗമാണിത്. ധൈര്യം വേണം. ധൈര്യത്തിൻ്റെ കാരണം നാം ഏർപ്പെട്ടിരിക്കുന്നത് സ്വാർത്ഥമായൊരു പ്രവൃത്തിക്കല്ല. യോബാവ് പറയും നമ്മുടെ ജനത്തിന് നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു വലിയ ദൗത്യം നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് ധൈര്യമായിരിക്കണം. കാരണം നമുക്കൊരു ദൈവമുണ്ട്, നമുക്ക് ജനമുണ്ട്, നമ്മുടെ പട്ടണങ്ങളൊക്കെ ദൈവത്തിൻ്റെ വകയാണ്. അതുകൊണ്ട് ധൈര്യമായിരിക്കണം, പുരുഷത്വം കാണിക്കണം. ഒരായുസേ ഉള്ളൂ. ഇവിടെ ലജ്ജിച്ച് തല താഴ്ത്താനുള്ളതല്ല, അധൈര്യപ്പെട്ട് പ്രതിസന്ധികളെ ഓടി ഒളിക്കാനുള്ളതല്ല. പ്രതിസന്ധികളെ ആത്മധൈര്യത്തോടെ പുരുഷത്വത്തോടെ നേരിടാനുള്ളതാണ്. അങ്ങനെ നേരിടാൻ തയ്യാറാകുമ്പോഴാകുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി തങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുക. ഈ സാഹചര്യത്തിൽ യോബാവും അബിശായിയും പരസ്പരം ധൈര്യപ്പെടുത്തി യുദ്ധത്തിന് തയ്യാറായപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. യുദ്ധത്തിൽ അമോന്യരും അരാമ്യരും എല്ലാം തകരപ്പെട്ടു. ദൈവം വലിയൊരു വിജയം നൽകി. ഇന്ന് പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ധൈര്യമായിരിക്കണം, പുരുഷത്വം കാണിക്കണം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ മുൻപിലും പിൻപിലും ഒക്കെ പ്രശ്നങ്ങളാണെങ്കിലും അധൈര്യത്തിന് കാരണമില്ല കേട്ടോ. നമുക്കൊരു ദൈവമുണ്ട്. സഹായിപ്പാനും ശക്തീകരിപ്പാനും കഴിയുന്ന അത്ഭുതവാനായ
ദൈവമുണ്ട്. അതുകൊണ്ട് പുരുഷത്വം കാണിക്കണം. സ്ത്രൈണന ഭാവങ്ങളെല്ലാം മാറ്റി പൗരുഷത്വത്തിൻ്റെ ആർജവത്വത്തോടുകൂടെ പ്രതിസന്ധികൾക്ക് നേരെ പാഞ്ഞു ചെല്ലാൻ ധൈര്യം കാണിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം കാണിക്കും. ദൈവം ഭീരുക്കളുടെ ദൈവമല്ല പ്രിയരെ, ധൈര്യമുള്ളവരുടേതാണ്. ആയുധപാടവം കൊണ്ടല്ല ദൈവം യുദ്ധം ചെയ്യിക്കുന്നത്, സംഘബലവും കൊണ്ടല്ല, ദൈവത്തിലുള്ള ഉറപ്പും ധൈര്യവും കൊണ്ടാണ്. അതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, പുരുഷത്വം കാണിക്കുക. ദൈവം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അത്ഭുതകരമായ വിജയം നൽകുക തന്നെ ചെയ്യും. സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ കേൾക്കുന്ന ജനം ധൈര്യത്തോടെ പുരുഷത്വം കാണിപ്പാനുള്ള കൃപ നൽകണം. അങ്ങയുടെ സഹിതം തരുന്ന ശുഭതന്റെ ജനം അനുഭവിക്കട്ടെ. എല്ലാ മഹത്വവും അങ്ങേക്ക്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.